നമസ്കാരം. പ്ലേസ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് 7 വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ സത്യം ജയിക്കുക തന്നെ ചെയ്യും. സത്യം ജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളെ അനുമോളുടെ സത്യം ജയിച്ചു. അനുമോളുടെ മാത്രമല്ല, നമ്മൾ പ്രേക്ഷകരുടെ സത്യം ജയിച്ചു. നമ്മളാണല്ലോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ നടന്നത്, എന്താണ് സത്യം, എന്താണ് കള്ളത്തനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് ബിഗ് ബോസിന് ലാലേട്ടന് മാത്രമേ ഇതുവരെ അറിയില്ലായിരുന്നു. ഇപ്പോൾ അവരത് അറിഞ്ഞു. അപ്പം ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അനുമോൾ പറഞ്ഞ ആ ഒരു വിഷയം, ആ ഒരു മറുപടി എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല ലാലേട്ട, ഞാനത് നോക്കാറില്ല, അന്നത്തെ വിഷയത്തിന് ശേഷം ഞാനത് നോക്കാറില്ല എന്ന് പറഞ്ഞു. ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ്റെ അണ്ണാക്കി കൊടുത്തു മറുപടി. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് സത്യമല്ലേ? ഇപ്പം ആരായാലും അത് തന്നെയാണ് പറയുന്നത്. അവർ പ്രതീക്ഷ കാണില്ല, പ്രത്യേകിച്ച് ലാലേട്ടൻ പ്രതീക്ഷ കാണില്ല അനുമോളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ മറുപടിയായി കിട്ടുന്നതെന്ന്. അവരുടെ രീതിക്ക് വിചാരിച്ച ഒരു മറുപടിയായിരുന്നു പ്രതീക്ഷ വെച്ചിരുന്നത്. അന്നും അനുമോൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നത് ഈ വിഷയത്തിൽ. അന്നും ആ കുട്ടി പറഞ്ഞു, ഞാൻ കണ്ടു തന്നെ എത്രയൊക്കെ ഒച്ചയെടുത്ത് ലാലേട്ടൻ ചോദിച്ചിട്ടും പറഞ്ഞ് ഒറ്റ വാക്കിൽ ഉറച്ചു നിന്നു കുട്ടി. അന്ന് ലാലേട്ടൻ അവരുടെ എല്ലാവരുടെ മുമ്പിലും കള്ളം പറഞ്ഞ രീതിക്ക് അവിടെ പിച്ച് ചീന്താൻ വേണ്ടി ഇട്ട് കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോഴും ആ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിപ്പോയി. കാരണം അതിൻ്റെ ഒരു ക്ലിപ്പ് പോലും കാണിച്ചിട്ടില്ല. ബാക്കി എല്ലാം ചെറിയ ചെറിയ വിഷയങ്ങൾ, തൊട്ടൊന്നും പിച്ചിന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാത്തിൻ്റെ ക്ലിപ്പ് കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ അന്നത്തെ എപ്പിസോഡിൽ അതും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ലാലേട്ടനും ബിഗ് ബോസിനും എന്തൊരു തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ആ പരിപാടി ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചപ്പോഴേ മാത്രമാണ് ഈ വിഷയം എടുത്ത് വീണ്ടും അവർ തന്നെ കുത്തിപ്പൊക്കിയിട്ടത്. ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഏത് വിഷയത്തെക്കുറിച്ചാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മളെ പാവാട വെള്ളി ആര്യനും ജിഷേൽ കൊച്ചുമഹാറാണിയെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. രണ്ടിനും എനിക്കിഷ്ടമല്ല, തുടക്കത്തിലേ എനിക്കിഷ്ടമല്ല. ഈ ചെറുക്കൻ ആര്യൻ അവിടെ എന്തോ കാണിക്കുന്നത്? അവ അവിടെ എന്തിനാണ് വന്നത്? ചട്ടിങ്കലം കഴുകുന്നു, അവിടെ ജിഷേലിൻ്റെ അടിപ്പാവട കഴുകി കൊടുക്കുന്നു. പെണ്ണാളന്മാരെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ആവാൻ പാടില്ല. ഇവൻ്റെ കുടുംബം കാണുന്നു എന്നുള്ളൊരു ബോധം അവനില്ലേ? അല്ലെങ്കിൽ നാട്ടുകാർ കാണണം. അവന് പുറത്തിറങ്ങി നടക്കണ്ടേ? അവന് ഈ ബിഗ് ബോസ് മാത്രമാണ് ലൈഫ്, പുറത്തൊരു ലൈഫ് അവനില്ലേ? എന്ത് കാണിക്കുന്നതെന്ന് അവനും അറിയില്ല. കൂടെ നിൽക്കുന്നവർ പറഞ്ഞു കൊടുത്താലും അവന് മനസ്സിലാവില്ല. കാരണം അവൻ ആ ഒരു മായ ലോകത്തിൽ ചെന്ന് പെട്ടുപോയി. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ജിഷേലിൻ്റെ ചേച്ചിന്നോ ആൻറ്റീന്നോ മാമിന്നോ എന്ത് വേണോ പറയാം ജിഷേലിനെ, ആര്യനെ സംബന്ധിച്ച്. അപ്പം അങ്ങനെ ഒരു മായ വലയത്തിൽ ചെന്ന് പെട്ടതുപോലെ ആയിപ്പോയി. നാണം കെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ നാണം കെട്ട പരിപാടി. ഈ കൊച്ചെന്നല്ല, അവന് ഭ്രാന്ത, അല്ലാതെ ഞാൻ എന്തോ പറയാൻ. അവനൊരു ബോധം ഇനി എന്ന് വരുമെന്ന് വെച്ചാൽ അറിയില്ല. പയ്യന്മാരെ പറയിപ്പിക്കാൻ, അല്ലാതെ എന്തോ പറയാൻ. ജിഷേൽ അത് നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. പക്ഷെ അവന് നല്ല ശരിക്കും ട്രൂ ലവ് കേട്ടോ, അവനത് പറയുന്നുമുണ്ട്. പക്ഷെ ജിഷേൽ അങ്ങനെയല്ല. അവളാള് സൂത്രക്കാരിയാണ്. അവനെ അടുപ്പപ്പണി അല്ലെങ്കിൽ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു എപ്പിസോഡിൽ അവളത് പറയുന്നുമുണ്ട്. എനിക്ക് നിങ്ങളെപ്പോലെ മടിയാണ്, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് പാത്രം കഴിക്കും, തുണി കഴിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന്. ആ പൊട്ടൻ അത് വിശ്വസിച്ച് അവളെ കൂടെ നടക്കുകയാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിന് ലാലേട്ടൻ അത് പൊളിക്കാമായിരുന്നു, ലാലേട്ടനെ അത് ചോദിക്കാമായിരുന്നു. പക്ഷേ ലാലേട്ടൻ അതൊന്നും ചോദിച്ചില്ല. പിന്നെ ലാലേട്ടൻ എന്തോ പറയാനാ? എനിക്ക് തോന്നുന്നു ഈ പരിപാടി എൻ്റെ കണ്ണിൽ ലാലേട്ടൻ ചെയ്യുന്ന കാട്ടിയും സുരേഷ് ഗോപി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇറക്കുമെന്ന് ചോദിക്കേണ്ടത് കൃത്യമായിട്ട് ചോദിക്കുക. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ലാലേട്ടൻ ഈ പരിപാടിക്കൊന്നും പറ്റില്ല. ലാലേട്ടനെ മര്യാദയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് ജനങ്ങളുടെ മനസ്സിനകത്തൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാണം കെട്ട പരിപാടിയാണ്. അല്ലെങ്കിൽ തന്നെ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് സമൂഹത്തിന് എന്ത് നന്മയാണ് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് അവർ കൊടുക്കുന്നത്? എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. എന്ത് നല്ല പരിപാടിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും, എന്തെല്ലാം മെസ്സേജുകൾ. അപ്പോൾ ഇവർ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നില്ല ബിഗ് ബോസ്. സമൂഹത്തിന് എന്തൊക്കെ മോശം മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടി പിടി ബഹളം, അനാവശ്യം ചീത്തവിളി, എന്തൊക്കെയാണോ നമുക്ക് സമൂഹത്തിൽ നമ്മൾ വീടുകളിൽ നിന്ന് മക്കളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ആ പരിപാടി തന്നെയാണ് ബിഗ് ബോസിൽ ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിൽ നിന്നൊരു നല്ലൊരു മെസ്സേജ് ഇന്ന് വരെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയിട്ടായിട്ട് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഇന്നലെ അനുമോളുടെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ ആ എപ്പിസോഡിൽ അതുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയണം. നമ്മൾ അനുമോള് ലാലേട്ടനെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ചു. അത് തമാശയായിരിക്കാം, പക്ഷേ അത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ലാലേട്ടൻ അത് തൊഴുതും കൊണ്ട് ഐ ലവ് യു പറയുന്നുണ്ട്.
അതുപോലെ അനുമോള് ആ കൊച്ചു കുട്ടികളെ പോലെ നിഷ്കളങ്കതയിലോ ചിരിയും കുട്ടിത്വമൊക്കെ കൂടെ ചേർന്നിട്ട് ആ ഒരു തുള്ളിച്ചാട്ടവും അവിടെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. കാരണം എപ്പം വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അനുമോളെ വെറുപ്പിക്കാതെ പോയിട്ടില്ല. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഷാനവാസും അനീഷിൻ്റെയും കൂട്ടുകെട്ട്. ഷാനവാസും എനിക്ക് ഇതിൽ ബിഗ് ബോസിൽ സത്യം പറഞ്ഞില്ല, ഈ കപ്പ് കൊണ്ടുപോകാൻ താല്പര്യം എനിക്ക് ഷാനവാസ് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഷാനവാസ് അല്ലെങ്കിൽ അനീഷ് ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കപ്പ് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ കളിയും ഗെയിമൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഈ അനീഷിന് എനിക്ക് തുടക്കത്തിൽ ഇഷ്ടമേ അല്ലാത്തൊരു വ്യക്തിയായിരുന്നു. കാരണം ആ തുടക്കത്തിൽ നമ്മൾ അനുമോൾ വരുന്ന ആ സമയത്ത് അനുമോളിനോട് ചോദിക്കുന്നില്ല നീ ആരാ, എനിക്കിതിനെ അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തീരെ എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇതെന്ത് മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചു. ഇതിനെയൊക്കെ എന്തിനാ ബിഗ് ബോസിൽ കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കാരണം ആ മനുഷ്യൻ്റെ നിഷ്കളങ്കതയും ഒരു പാവമാണ് കേട്ടോ, ഒരു പച്ചപ്പാവം പിടിച്ചൊരു മനുഷ്യനാണ്. ആ കാണിക്കുന്ന ബഹളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു പാവമാണ്, പക്ഷെ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. എൻ്റെ മാത്രം തോന്നലായിരിക്കാം, എന്തോ അത് നിങ്ങളുടെയും തോന്നലാണോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ മനുഷ്യനോട് ഒരിഷ്ടം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടിൽ ആരൊരാൾ കപ്പ് കൊണ്ടുപോയാലും സന്തോഷം തന്നെയാണ്. പിന്നെ അവരുടെ കൂട്ടുകെട്ട് എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കാരണം ആ മനുഷ്യന് പ്രത്യേകിച്ച് കൂട്ടുകെട്ടോ അങ്ങനെ കൂട്ടുകെട്ടിൻ്റെ വാല്യൂ എന്തെന്നൊന്നും അറിയാതെ ഒരു മനുഷ്യനാണ് ഈ അനീഷ്. പക്ഷേ ഷാനവാസ് അത് മനസ്സിലാക്കി കൊടുത്ത് അവർ തമ്മിൽ ഇപ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അടുത്തത് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ എടുത്തൊന്ന് പുറത്ത് കളഞ്ഞാൽ നല്ലത്. ഈ ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്താ കുട്ടിയോടെ കാണിക്കുന്നത്? ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ അഹങ്കാരത്തിനെ കുറിച്ചിട്ടല്ല ഞാൻ ആ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ആ വിഷയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കാണും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ അഹങ്കാരം വെച്ച് വെറുപ്പിക്കാൻ പറ്റില്ല. ആ കുട്ടി വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അനുമോള് പറഞ്ഞൊരു കാര്യം അതിനെ തുടർന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് ആ വീഡിയോയിൽ അനുമോള് പറഞ്ഞു വെച്ചത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ജിഷേലിനെയും ആര്യനെയും കുറിച്ചിട്ട് അന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇന്ന് അത് സത്യമായി തെളിഞ്ഞു. അതിൽ അനുമോൾക്ക് വിജയം തന്നെയാണ്. അവരുടെ ഭാഗത്ത് ആ സത്യസന്ധതയ്ക്ക് വിജയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്ന് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ ബൈ.